നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയും സംസ്ഥാന മുഖ്യമന്ത്രിയും ബിജെപിയും കോൺഗ്രസും NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ കൈവിട്ടതോടെ പെരുന്നയുടെ മുന്നോട്ടുള്ള യാത്ര തൃശങ്കുവിലായി. അതേസമയം സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളി നടേശനെയും തീരെ ഗൗനിക്കാത്ത മുഖ്യമന്ത്രി VD സതീശന് കൈയടിക്കുകയാണ് കേരള സമൂഹം. ബിജെപിയെയും കോൺഗ്രസിനെയും പിണക്കി സ്വന്തം നിലപാടിൽ അടിയുറച്ച് മുന്നോട്ടു പോകുന്ന NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ NSS ഡയറക്ടർ ബോർഡിലും അമർഷം പുകയുന്നു. സമുദായത്തിന്റെയും സംഘടനയുടെയും ഭാവിയാണ് നായർ സമുദായ അംഗങ്ങളെ ആശങ്കയിലാഴ്ത്തുന്നത്. ചൊവ്വ ബുധൻ ദിവസങ്ങളിലായാണ് ഉപരാഷ്ട്രപതി പ്രത്യക്ഷമായും കേരള മുഖ്യമന്ത്രി പരോക്ഷമായും സുകുമാരൻ നായർക്കെതിരെ രംഗത്തെത്തിയത്. തുടർന്ന് പെരുന്നയിൽ വാർത്താ സമ്മേളനം വിളിച്ച് മുഖ്യമന്ത്രിയെ രൂക്ഷമായി വിമർശിച്ച സുകുമാരൻ നായർ പക്ഷേ ഉപരാഷ്ട്രപതിക്കെതിരെ മയമുള്ള നിലപാടാണ് സ്വീകരിച്ചത്. സർക്കാർ NSSന് പട്ടയം നൽകിയ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മന്നം സ്മാരകം സ്വകാര്യ സ്വത്ത് പോലെ സുകുമാരൻ നായർ കൈകാര്യം ചെയ്യുന്നതിൽ ഏറെ നാളായി BJP ദേശീയ നേതൃത്വത്തിന് അതൃപ്തിയുണ്ടായിരുന്നു. മുഖ്യമന്ത്രി VD സതീശനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നിഷേധിക്കപ്പെട്ടിരുന്നെന്ന് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ആവർത്തിച്ചു. ജി സുകുമാരൻ നായരെ ഫോണിൽ വിളിച്ച് സംസാരിച്ചെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതിന് പിന്നാലെയായിരുന്നു പ്രതികരണം. മുഖ്യമന്ത്രിയെ 2 തവണ വിളിച്ചു. 6 ദിവസം കഴിഞ്ഞാണ് തിരികെ വിളിച്ചത്. ബഡ്ജറ്റിന്റെ തിരക്കായതുകൊണ്ടാണ് കാണാൻ കഴിയാതിരുന്നതെങ്കിൽ അത് അന്ന് തന്നെ പറയാമായിരുന്നു. ഇപ്പോൾ ന്യായീകരണം പറയുന്നതിൽ കാര്യമില്ല. സതീശനെ കാണാനല്ല അനുവാദം ചോദിച്ചത്, മുഖ്യമന്ത്രിയെ കാണാനാണ്. ഒരു വോട്ടറാണ് ഞാൻ. പ്രമുഖ സമുദായ നേതാവ് എന്ന പരിഗണന പോലും ഉണ്ടായില്ല. ആരുടെയും മുന്നിൽ പിച്ചചട്ടിയുമായി പോയിട്ടില്ല. ഒരു ഫയലിനെ കുറിച്ച് സംസാരിക്കാനാണ് കാണാൻ ശ്രമിച്ചത്. ഞാൻ കണ്ടു പറയാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യം കഴിഞ്ഞു. എനിക്ക് ആരെയും കാണേണ്ടതില്ല. മുൻപുള്ള മുഖ്യമന്ത്രിമാരിൽ നിന്നും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. പിണറായി വിജയൻ ഒരു തവണ ഫോണിൽ വിളിച്ചാൽ എടുക്കുമായിരുന്നു. തിരക്കുണ്ടെങ്കിൽ തിരിച്ചു വിളിക്കും. സുരേഷ് ഗോപി അരുവിക്കര തെരഞ്ഞെടുപ്പ് സമയത്താണ് ഇവിടെ വന്നത്. അതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടായിരുന്നു. NSSുമായി അടുപ്പമുണ്ടെന്ന് കാട്ടാനായിരുന്നു അത്. എന്നിട്ട് ബഡ്ജറ്റ് ദിവസം പുഷ്പാർച്ചന നടത്താൻ വന്നു. അതിനനുവദിച്ചിരുന്നു. പെരുന്ന ശുദ്ധീകരിക്കുന്നതിന് മുമ്പ് സുരേഷ് ഗോപി അമ്മ എന്ന താരസംഘടന ശുദ്ധീകരിക്കട്ടെ എന്നും ജി സുകുമാരൻ നായർ പറഞ്ഞു. പെരുന്ന NSS ഡയറക്ടർ ബോർഡിൽ തന്നെ സുകുമാരൻ നായർക്ക് എതിർപ്പുണ്ട്. മുൻ മന്ത്രി KN ബാലഗോപാലിന്റെ സഹോദരൻ കലഞ്ഞൂർ മധുവിനെ ബോർഡിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം അദ്ദേഹം പുറത്തുനിന്ന് NSSൽ സജീവമായി ഇടപെടുന്നുണ്ട്. സുകുമാരൻ നായരുമായി എതിർപ്പുള്ളവരെല്ലാം ഒരു കുടക്കീഴിലാണ് അണിനിരക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയന്റെ പിന്തുണ സുകുമാരൻ നായർക്കുണ്ടായിരുന്നു. അതിനാൽ അദ്ദേഹത്തെ എല്ലാവരും ഭയപ്പെട്ടു. എന്നാൽ ഇന്ന് കേരളത്തിൽ ചിത്രം മാറി. സുകുമാരൻ നായർക്കെതിരെ നിരന്തരം സംസാരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഇവിടെ ഭരിക്കുന്നത്. BJPയും സുകുമാരൻ നായർക്കെതിരായതോടെ കളത്തിൽ സുകുമാരൻ നായർ നിരായുധനും നിസ്സഹായനുമാണ്. അതിനാൽ ശത്രുക്കളെല്ലാം ഒറ്റക്കെട്ടായി അണിനിരക്കുന്നു. ഇതാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ കണ്ടത്. സാമൂഹിക പരിഷ്കരണം എന്ന വാക്ക് കേരളം കേൾക്കുന്നതിന് മുമ്പ് തന്നെ സാമൂഹിക പരിഷ്കരണത്തിനായി ഇറങ്ങി പുറപ്പെട്ട വ്യക്തിയാണ് ഭാരത കേസരി മന്നത്ത് പത്മനാഭൻ എന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. ഡൽഹിയിൽ NSS ആസ്ഥാനത്ത് നിർമ്മിച്ച മന്നം സ്മൃതി മണ്ഡപവും പ്രതിമയും അനാച്ഛാദനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയതിന് പിന്നിൽ മന്നത്ത് പത്മനാഭന്റെയും ശ്രീനാരായണ ഗുരുവിന്റെയും കഠിന പ്രയത്നമുണ്ട്. ഇരുവരെയും മാറ്റി നിർത്തിയാൽ കേരളത്തിൽ സനാതനധർമ്മം ഉണ്ടാകില്ലെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. പ്രസംഗത്തിനിടെ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ പരോക്ഷ വിമർശനം ഉയർത്തിയ ഉപരാഷ്ട്രപതി മന്നം സ്മൃതി മണ്ഡപം എല്ലാവർക്കും വരാനുള്ള ഇടമാണെന്നും ചൂണ്ടിക്കാട്ടി. ഞാനാണ് എല്ലാമെന്നും ആരും കരുതരുത്. എല്ലാം മന്നത്ത് പത്മനാഭൻ എന്ന മഹായോഗിയുടെ സംഭാവനയാണ്. ഞാനാണ് പ്രസിഡന്റ്, ഞാനാണ് സെക്രട്ടറി, അതുകൊണ്ട് അവർ വരരുത്, ഇവർ വരരുത് എന്ന് പറയരുതെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. ഫെബ്രുവരിയിൽ ചങ്ങനാശ്ശേരി പെരുന്നയിലെത്തിയ ഉപരാഷ്ട്രപതിക്ക് മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ NSS നേതൃത്വം അനുമതി നിഷേധിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഇത്തരം സന്ദർശനങ്ങൾ ശരിയല്ലെന്നായിരുന്നു NSS നിലപാട്. പെരുന്ന സ്വയം ശുദ്ധീകരിക്കപ്പെടുമെന്ന പ്രസംഗത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. മുമ്പ് സുരേഷ് ഗോപിക്കും പെരുന്നയിൽ പുഷ്പാർച്ചനയ്ക്ക് അനുമതി നിഷേധിച്ചിരുന്നു. സ്മൃതി മണ്ഡപം അനാച്ഛാദന ചടങ്ങിൽ വിശിഷ്ട അതിഥിയായി നിശ്ചയിച്ചിരുന്ന ബംഗാൾ മുൻ ഗവർണർ CV ആനന്ദബോസും പങ്കെടുത്തില്ല. ഗവർണറായി ചുമതല ഏൽക്കുന്നതിന് മുമ്പ് പെരുന്ന സന്ദർശിച്ചപ്പോൾ മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ അനുമതി കിട്ടിയില്ലെന്ന് ഡോക്ടർ CV ആനന്ദ
ആനന്ദബോസ് പറഞ്ഞിരുന്നു. ഡൽഹിയിൽ മന്നം സ്മൃതി മണ്ഡപം നിർമ്മിക്കണമെന്ന് താൽപര്യപ്പെട്ട അദ്ദേഹമാണ് ശിലാസ്ഥാപനവും നിർവഹിച്ചത്. ആരോഗ്യനില മോശമായതിനാൽ കഴിഞ്ഞ ദിവസത്തെ ചടങ്ങിനെത്താൻ ആനന്ദബോസിനായില്ല. ആനന്ദബോസിന് അനുമതി നിഷേധിച്ചെന്ന ആരോപണം സുകുമാരൻ നായർ തള്ളിയിരുന്നു. ദ്വാരക സെക്ടർ 11 ഇൻസ്റ്റിറ്റ്യൂഷണൽ ഏരിയയിലെ മന്നം ഇന്റർനാഷണൽ സെന്ററിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. NSS ഡൽഹി പ്രസിഡന്റ് AKG പിള്ള, ജനറൽ സെക്രട്ടറി MD ജയപ്രകാശ്, വൈസ് പ്രസിഡന്റുമാരായ ബാബു പണിക്കർ, SP നായർ, MG രാജശേഖരൻ നായർ തുടങ്ങിയവരും പങ്കെടുത്തു. ഉപരാഷ്ട്രപതിയുമായി കോർക്കാൻ ജനറൽ സെക്രട്ടറി തയ്യാറായില്ല. BJPയുമായി ഒരു ഏറ്റുമുട്ടലില്ലെന്നും NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ വ്യക്തമാക്കി. NSSനെ വിമർശിച്ചുകൊണ്ട് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും നടത്തിയ പ്രസ്താവനകൾക്ക് പിന്നാലെയാണ് സുകുമാരൻ നായർ നിലപാട് വ്യക്തമാക്കിയത്. തങ്ങൾക്കെതിരെ വിമർശനം ഉന്നയിച്ചവർക്ക് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ മറുപടി നൽകുകയും അവരെ തിരുത്തുകയും ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. NSSനെ ലക്ഷ്യമിട്ട് ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന വിമർശനങ്ങൾ BJPയുടെ ഔദ്യോഗിക നിലപാടല്ലെന്ന് വ്യക്തമാക്കിയ രാജീവ് ചന്ദ്രശേഖർ സുകുമാരൻ നായർക്കെതിരെ നടക്കുന്ന പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും പറഞ്ഞു. സമുദായ സംഘടനയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ BJP ഒരിക്കലും ഇടപെട്ടിട്ടില്ലെന്നും ഇനിയും ഇടപെടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സുകുമാരൻ നായർക്കൊപ്പമുള്ള ചിത്രം സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചുകൊണ്ടുള്ള രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം പാർട്ടിയിലെ ഭിന്നസ്വരങ്ങളെ ശമിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നു. മന്ന സമാധി സന്ദർശനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും പെരുന്നയെക്കുറിച്ചുള്ള വിമർശനങ്ങളും സജീവമായിരിക്കെയാണ് പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ BJP നേതൃത്വം തന്നെ മുൻകൈയെടുത്തത്. എന്നാൽ ഇത് BJPയുടെ തന്ത്രപരമായ നിലപാടാണ്. നേമം MLA ആയ രാജീവ് ചന്ദ്രശേഖറിന് NSSന്റെ സഹായം ഭാവിയിലും ആവശ്യമാണ്. മുഖ്യമന്ത്രി VD സതീഷിനെതിരെ നായർ നിലപാട് കടുപ്പിച്ചു. പ്രസ്ഥാനത്തിന്റെ ആവശ്യത്തിനു വേണ്ടി മുഖ്യമന്ത്രിയെ വിളിച്ചിട്ട് മറുപടി പോലും തന്നില്ലെന്ന് ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ പറഞ്ഞു. സുകുമാരൻ നായർ തന്റെ PA വിളിച്ചിരുന്നെന്നും പിന്നീട് താൻ അദ്ദേഹത്തെ തിരിച്ചു വിളിച്ച് സംസാരിക്കുകയും കാണാമെന്ന് സമ്മതിക്കുകയും ചെയ്തിരുന്നുവെന്നാണ് ഇന്നലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഇതിനോടാണ് സുകുമാരൻ നായരുടെ പ്രതികരണം. വിളിച്ചപ്പോൾ ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞത് എറണാകുളത്ത് വന്നാൽ കാണാമെന്നാണ്. എറണാകുളത്ത് ചെന്ന് കാണേണ്ടതല്ല എന്ന് ഞാൻ പ്രൈവറ്റ് സെക്രട്ടറിയോട് പറയുകയും ചെയ്തു. മുഖ്യമന്ത്രിയോട് ചോദിച്ചിട്ട് പറയാമെന്ന് അയാൾ പറഞ്ഞു. അതിനുശേഷം മുഖ്യമന്ത്രി വിളിച്ചിട്ടില്ല, PAയും വിളിച്ചിട്ടില്ല, സുകുമാരൻ നായർ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ഇവിടെ വന്ന് നമ്മളുടെ പിന്തുണ ആവശ്യപ്പെടുകയും ഞങ്ങൾ പരസ്യമായി പിന്തുണ അവർക്ക് പ്രവർത്തകരും കരയോഗങ്ങളും എല്ലാം സജീവമായിട്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ചു, ജയിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് പെട്ടെന്ന് ഇങ്ങനൊരു വെളിപാടുണ്ടാവുന്നത്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മുമ്പുള്ള മുഖ്യമന്ത്രിമാർ ആരും ഇങ്ങനെ പെരുമാറിയിട്ടില്ല. പിണറായി വിജയനെ ഞാൻ അവിടെ പോയി കണ്ടിട്ടില്ല. പക്ഷെ പിണറായി വിജയനെ ഫോണിൽ വിളിച്ചാൽ അദ്ദേഹം ഫ്രീ ആണെങ്കിൽ ഫോൺ ഉടനെ എടുക്കും, അല്ലെങ്കിൽ ഉടൻ തന്നെ മെസ്സേജ് അയക്കും, തിരിച്ചു വിളിക്കുകയും ചെയ്യും. അതാണ് നമ്മുടെ അനുഭവം. മുഖ്യമന്ത്രിയെ കാണാൻ ഇനി വ്യക്തിപരമായി താല്പര്യമില്ല, സുകുമാരൻ നായർ പറഞ്ഞു. എന്നാൽ പിണറായിയെ കാണാൻ നായർ കോട്ടയം ഗസ്റ്റ് ഹൗസിൽ കാത്തുനിന്നത് 2016 വലിയ വാർത്തയായി മാറിയിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വിമർശനത്തോടും സുകുമാരൻ നായർ പ്രതികരിച്ചു. സുരേഷ് ഗോപി എന്തും ചെയ്യുമെന്നാണ് പറയുന്നത്, ചൂലുകൊണ്ട് അടിച്ചു വാരുമെന്നാണോ പറയുന്നത്? NSSനെ സുരേഷ് ഗോപി ഒരു പുല്ലും ചെയ്യില്ല. അമ്മ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ടല്ലോ, അദ്ദേഹം അവിടെ പോയി ശുദ്ധീകരിക്കട്ടെ. NSSനെ തീർക്കുമെന്ന് പറഞ്ഞിട്ടുള്ളവരെല്ലാം സ്വയം തീർന്നിട്ടേ ഉള്ളൂ. NSSനെതിരെ പ്രസ്താവനകൾക്ക് പിന്നിൽ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. അതിലേക്ക് ഉപരാഷ്ട്രപതിയെ കൂടി വലിച്ചിഴച്ചു എന്നാണ് സുകുമാരൻ നായർ പറഞ്ഞത്. സുകുമാരൻ നായർ NSS ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും തെറിക്കുമോ? പെരുന്ന ആസ്ഥാനത്ത് ഉരുണ്ടുകൂടുന്ന കാർമേഘങ്ങൾ ഇതിന്റെ ഉത്തരം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നൽകുമെന്നാണ് സൂചന. സുകുമാരൻ നായരെ മേഘപാളികളിൽ തടങ്കിലാക്കിയത് CPMും മുൻ മുഖ്യമന്ത്രി സാക്ഷാൽ പിണറായി വിജയനുമാണ്. പെരുന്നയ്ക്ക് അകത്തും പുറത്തും പ്രചരിക്കുന്ന കഥകൾ സത്യമാണെങ്കിൽ സുകുമാരൻ നായരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ സൃഷ്ടിച്ചത് CPM തന്നെയാണ്. ധനമന്ത്രി KN ബാലഗോപാലിന്റെ മൂത്ത സഹോദരൻ പ്രമുഖ കരാറുകാരൻ കലഞ്ഞൂർ മധുവാണ് സുകുമാരൻ നായരുടെ ഉറ്റ ബന്ധുവിനെതിരെയുള്ള ക്രിമിനൽ കേസിന്റെ സംവിധാനം നിർവഹിച്ചത്. കേസിലൂടെ സുകുമാരൻ നായരെ ട്രാപ്പിലാക്കുകയായിരുന്നു പിണറായിയുടെ ഉദ്ദേശം. ഈ കേസ് ഇപ്പോൾ VD സതീഷിന്റെ കോർട്ടിലാണ്. വെള്ളാപ്പള്ളി നടേശനുമായി ചേർന്ന് പിണറായി ഒപ്പിച്ച പണിയാണ് സുകുമാരൻ നായർക്ക് കിട്ടിയതെന്ന് മനസ്സിലാക്കുന്നു. പൊതുവെ RSSകാരൻ എന്നറിയപ്പെടുന്ന സുകുമാരൻ നായരെ CPMകാരനാക്കാനുള്ള തന്ത്രമാണ് പിണറായിയും വെള്ളാപ്പള്ളിയുടെ സഹായത്തോടെ നടത്തിയത്. ഇത് NSSൽ കലാപത്തിന് കാരണമാകുമെന്ന് പിണറായിക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. അതാണിപ്പോൾ നടന്നത്. എന്ത് പ്രതിഷേധം വന്നാലും നേരിട്ട് കൊള്ളാമെന്നാണ് സുകുമാരൻ നായരുടെ നിലപാട്. മറ്റാരും വ്യക്തമാക്കാത്ത വിധത്തിൽ തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് പറഞ്ഞു കഴിഞ്ഞതാണെന്നും അദ്ദേഹം അറിയിച്ചു. പിന്തുണ നിലപാടിൽ പത്തനംതിട്ടയിൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. പൂഞ്ഞാറിൽ പിണറായി വിജയന് പാദസേവ ചെയ്യുന്ന സുകുമാരൻ നായർ രാജിവെക്കണമെന്ന് ബാനറും ഉയർന്നു. സ്വാമിയെ ശരണമയ്യപ്പ എന്ന തലക്കെട്ടോടെയായിരുന്നു ബാനർ. ഫ്ലെക്സുകളൊക്കെ വരട്ടെ, തനിക്ക് കുറച്ച് പബ്ലിസിറ്റി കിട്ടുമല്ലോ. നിലപാട് വളരെ ശക്തമായി പറഞ്ഞിട്ടുണ്ട്. പ്രതിഷേധങ്ങളെ നേരിട്ടോളാം എന്നായിരുന്നു വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം.
LDF സർക്കാരുമായി 9 ആണ്ടായി തുടർന്ന അകൽച്ച പരിഹരിച്ച് NSS സമദൂരത്തിലേക്ക് വീണ്ടും തിരിച്ചെത്തിയിരുന്നു. ശബരിമലയിൽ വിശ്വാസം, ആചാരം എന്നിവ സംരക്ഷിച്ച് വികസനം കൊണ്ടുവരാനുള്ള ഇടതുമുന്നണി സർക്കാരിന്റെ സമീപനത്തെ പിന്തുണയ്ക്കുന്നതിനായി അദ്ദേഹം വ്യക്തമാക്കിയതിനാലാണ് സമുദായത്തിനകത്തു നിന്ന് തന്നെ വിമർശനവും മുറുമുറുപ്പും ഉയർന്നത്. കോൺഗ്രസിനെ വിമർശിക്കുകയും ശബരിമലയുടെ കാര്യത്തിൽ സർക്കാരിന്റെ നിലപാട് മാറ്റം അംഗീകരിച്ച് പ്രശംസിക്കുകയും ചെയ്താണ് അദ്ദേഹം ഇടതു പിണക്കത്തിന് അറുതി വരുത്തിയത്. NSS നിലപാടിനെ പിന്തുണച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും രംഗത്തെത്തി. ആഗോള അയ്യപ്പ സംഗമത്തോടും സഹകരിക്കുന്ന നിലപാടാണ് NSS സ്വീകരിച്ചത്. സ്വർണ്ണപ്പാളി വിഷയത്തിലും സർക്കാരിന് അനുകൂലമായ നിലപാടാണ് G സുകുമാരൻ നായർ സ്വീകരിച്ചത്. എന്നിട്ടാണ് ഇലക്ഷനിൽ കോൺഗ്രസിനെ സഹായിച്ച കഴിഞ്ഞ ദിവസം സുകുമാരൻ നായർ പറഞ്ഞത്. ഇക്കാര്യം സതീഷിന് നന്നായി അറിയാം. അതിനാൽ പെരുന്നയിലെ ധാർഷ്ട്യത്തിന് സതീശൻ കീഴടങ്ങിയില്ല.